നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ഏർപ്പെടുത്തിയ ഉജ്ജ്വല ബാല്യം പുരസ്കാരം ചിത്രകാരനായ കയ്പമംഗലം സ്വദേശി ദേവിയാന് ലഭിച്ചു. തൃശൂർ ജില്ലാ മിനി ത്രോബോൾ ചാമ്പ്യൻഷിപ്പ് കഴിമ്പ്രം വാഴപ്പള്ളി ക്ഷേത്ര മൈതാനിയിൽ നടന്നു. അന്തിക്കാട് കല്ലിടവഴി പുത്തൻകോവിലകം ലിങ്ക് റോഡ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ഏർപ്പെടുത്തിയ ഉജ്ജ്വല ബാല്യം 2024 പുരസ്കാരം കയ്പമംഗലം സ്വദേശിയായ 10 വയസ്സുകാരന് ലഭിച്ചു. കുരിക്കുഴി ഗ്രാമലക്ഷ്മി കോതങ്ങത്ത് ഗിരീഷ് ഭവ്യ ദമ്പതികളുടെ മകൻ ദേവിയാന് ആണ് പുരസ്കാരം ലഭിച്ചത്. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദേവിയാൻ. പൊതുവിഭാഗത്തിൽ ക്രാഫ്റ്റ്, ചിത്രരചന എന്നീ മേഖലകളിലെ മികവ് മുൻനിർത്തിയാണ് പുരസ്കാരത്തിന് അർഹനായത്. വ്യത്യസ്ത മേഖലകളിൽ അസാധാരണ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് സംസ്ഥാന തലത്തിൽ സർക്കാർ പുരസ്കാരം നൽകി വരുന്നത്. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. നന്നേ ചെറുപ്പത്തിൽ തന്നെ ചിത്രകലയിൽ പ്രാവീണ്യം തെളിയിച്ച ദേവിയാൻ ഇതിനോടകം നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. തളികുളം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യവിതരണത്തിനായി 2 വീലറും ഇൻസുലേറ്റഡ് ഐസ് ബോക്സും വിതരണം ചെയ്തു. തളികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS സജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ അധ്യക്ഷയായി. ക്ഷേമനിധി അംഗത്വമുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യവിതരണത്തിനായി 18 മോട്ടോർ സൈക്കിളും ഇൻസുലേറ്റഡ് ഐസ് ബോക്സുമാണ് വിതരണം ചെയ്യുന്നത്. ഒരു ഗുണഭോക്താവിന് 40,000 രൂപ വീതം 18 ഗുണഭോക്താക്കൾക്ക് നൽകി. തളികുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ, വാർഡ് മെമ്പർ ഷിജി CK, ഫിഷറീസ് ഇൻസ്പെക്ടർ അശ്വിൻ രാജ്, സാഗർമിത്ര പ്രതിഭ VB എന്നിവർ സംസാരിച്ചു. അത്തരത്തിലുള്ള ഗുണഭോക്താക്കൾക്കായി നമ്മൾ ഐസ് ബോക്സ്, 2 വീലറും ഐസ് ബോക്സ് എന്ന് പറയുന്ന പദ്ധതി ഇത്തവണ 18 ഗുണഭോക്താക്കൾക്കാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പകുതി തുക ഗുണഭോക്താവും അതിന് പകുതി തുക പഞ്ചായത്തും നൽകിക്കൊണ്ട് ഏറ്റവും പണ്ടത്തെ അറിയാലോ, നമുക്ക് കാവിൽ കൊട്ടയിൽ ചുമന്നുകൊണ്ടുള്ള മത്സ്യവില്പന നടക്കുന്ന പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നത് നമ്മൾ ചെറുപ്പകാലത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം മാറി ഹൈടെക് രീതിയിലുള്ള നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ബോക്സും, അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഏറ്റവും നല്ല വാഹനങ്ങളായിട്ട് ഉപയോഗിക്കുന്ന, നമ്മൾ സ്ഥിരമായി ഓടിക്കുന്ന വാഹനങ്ങളുമാണ് അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. സൗത്ത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 1 സ്വർണവും 2 വെള്ളിയും നേടി രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ പെരിഞ്ഞനം സ്വദേശി മുഹമ്മദ് അഷ്ഫാഖിനെ ജന്മനാട് സ്നേഹാദരമൊരുക്കുന്നു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക്, പെരിഞ്ഞനം പൗരാവലിയും സംയുക്തമായാണ് സ്നേഹാദരവ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ചക്കരപ്പാടം ഹാർമണി ഓഡിറ്റോറിയത്തിൽ വെള്ളിയാഴ്ച രാവിലെ 10-ന് നടക്കുന്ന സ്നേഹാദര സമ്മേളനം സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും. ടൈസൺ MLA അധ്യക്ഷത വഹിക്കും. ബെന്നി ബെഹനാൻ MP മുഖ്യാതിഥിയാകും. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ മുഖ്യ പ്രഭാഷണം നടത്തും. മറ്റു ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. സംഘാടക സമിതി ഭാരവാഹികളായ പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KS ദിലീപ് കുമാർ, പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, വാർഡ് മെമ്പർ സുജിത സലീഷ്, അബ്ദുൽ ഖാദർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തളികുളം ഗ്രാമപഞ്ചായത്ത് 2025-26 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളികൾക്ക് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തു. തളികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS സജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ക്ഷേമനിധി അംഗത്വമുള്ള മത്സ്യത്തൊഴിലാളികൾക്കാണ് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തത്. തളികുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ, വാർഡ് മെമ്പർ ഷിജി CK, സാഗർമിത്ര പ്രതിഭ VB എന്നിവർ സംസാരിച്ചു. ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജ് ചടങ്ങിൽ പദ്ധതി വിശദീകരണം നടത്തി. ഫിഷറീസ് മേഖലയിലേക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികളാണ് ഈ വർഷം ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിൽ ഏറിയ പങ്കും ഇന്നും തൊട്ടടുത്ത ദിവസങ്ങളിലുമായിട്ട് നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇന്ന് 3 പദ്ധതികളാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായ ഒരു കുടുംബത്തിലേക്ക് വാട്ടർ ടാങ്ക് എന്ന പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് 33 പേർക്ക് 33 പേർക്ക് വാട്ടർ ടാങ്ക് ഇത്തവണ വിതരണമുണ്ട്.
കള്ളുകുടിക്കാൻ കാശ് ചോദിച്ചപ്പോൾ കൊടുക്കാത്തതിന് യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി സ്റ്റേഷൻ റൌഡിയായ കരിപ്പായി രമേശിന് തടവ് ശിക്ഷ വിധിച്ചു. വലപ്പാട് സ്വദേശിയെ വെട്ടുകത്തി കൊണ്ട് വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് നാട്ടിക പള്ളം ബീച്ചിലുള്ള കണ്ണമ്പറമ്പിൽ വീട്ടിൽ കരിപ്പായി എന്ന് വിളിക്കുന്ന രമേശിനെ കോടതി ശിക്ഷിച്ചത്. വലപ്പാട് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽപ്പെട്ട ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. 2020 ആഗസ്റ്റിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. മൂന്നാമത് തൃശൂർ ജില്ലാ മിനി ത്രോബോൾ ചാമ്പ്യൻഷിപ്പ് കഴിമ്പ്രം വാഴപ്പള്ളി ക്ഷേത്ര മൈതാനിയിൽ ആരംഭിച്ചു. രാവിലെ ക്ഷേത്രം ഹാളിൽ വെച്ച് SN വിദ്യാഭവൻ മുൻകാല ത്രോബോൾ പ്ലെയറും സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇരിഞ്ഞാലക്കുട ബ്രാഞ്ച് മാനേജറായ ആര്യ VS മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ത്രോബോൾ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ചു. വാഴപ്പള്ളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് നിതീഷ് VS, ക്ഷേത്രം സെക്രട്ടറി VR രാധാകൃഷ്ണൻ, ജില്ലാ ത്രോബോൾ കമ്മിറ്റി മെമ്പറും മുൻകാല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്ലെയറുമായ ദീപ TK എന്നിവർ സംസാരിച്ചു. അടുത്ത മാസം കൊല്ലത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിനുള്ള ടീമുകളുടെ തിരഞ്ഞെടുപ്പും നടന്നു. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ MIC സ്കൂൾ കയ്പമംഗലം 1ാം സ്ഥാനവും SN വിദ്യാഭവൻ ചന്ദ്രാപിനി 2ാം സ്ഥാനവും നേടി. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ MIC കയ്പമംഗലം 1ാം സ്ഥാനവും നോട്രോഡാം വെട്ടിക്കുഴി അതിരപ്പള്ളി 2ാം സ്ഥാനവും നേടി. വിജയികൾക്ക് ജില്ലാ ത്രോബോൾ അസോസിയേഷൻ സെക്രട്ടറി ആകാശും പ്രസിഡന്റ് V ഉണ്ണികൃഷ്ണനും ക്ഷേത്രം ക്ലബ്ബ് സെക്രട്ടറി VA നിഖിലും ചേർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നിങ്ങളെല്ലാവരും ബ്ലൂമിംഗ് ബഡ്സ് ആണ്. നന്നായി കളിച്ച് വളരാൻ പറ്റിയൊരു ടൈമാണ്. അപ്പൊ നിങ്ങൾ ഈ സമയം നന്നായി ടാക്ട്ഫുള്ളി, എൻതൂസിയാസ്റ്റിക്കലി ആൻഡ് നല്ല ഹാപ്പി ആയിട്ട് ഗെയിം കളിക്കണം. ഗെയിമിൽ ചിലപ്പോൾ എഗ്രഷന്റെ ആവശ്യം വരും. ആ സമയത്ത് ആ ഫുൾ ടീം സ്പിരിറ്റ് എടുത്തിട്ട് നമ്മൾ ഗെയിം കളിക്കാം. അപ്പോൾ തന്നെ നമുക്ക് അതിനുള്ള റിസൾട്ട് വരും. എൻ്റെ ഒരു പ്ലെയർ ആക്കിയ എൻ്റെ 2 കോച്ചസ് കൂടെ ഉണ്ട്, ദീപ ടീച്ചറും ഉണ്ണി സാറും. ഇങ്ങനൊരു ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ നല്ലൊരു തോട്ട്സും. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 13ാം വാർഡ് മെമ്പർ KK സന്തോഷ് ദേശീയ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തന്റെ ഓണറേറിയം ഉപയോഗിച്ച് കുട വിതരണവും 12-13 വാർഡിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കലും നടത്തി. മുത്തകുന്നം പുതിയ ബീച്ച് റോഡ് പരിസരത്ത് വെച്ച് നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി. ഗീത ഉണ്ണികൃഷ്ണൻ, ഐഷാബി അബ്ദുൾ ജബ്ബാർ, ജെമിനി സദാനന്ദൻ, PV രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഏറെ പാരമ്പര്യമുള്ള ഒരു പ്രദേശം എന്നുള്ള നിലക്ക് നമ്മുടെ നാട്ടിക ബീച്ച്, നാട്ടിക വലപ്പാട് ഭാഗങ്ങൾക്ക് എന്ന് പറയുന്നത് നമ്മുടെ കൊടിയമ്പുഴ ദേവസ്വത്തിൻ്റെ വളരെ അത് നിലനിർത്തുന്നത് മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ളവരാണ്. ഒരു സൈന്യം പോലെ ഇന്ന് തുടങ്ങിയതല്ല. അന്നം ചോദിച്ചു വരുന്നവർക്ക് മുഴുവൻ ഇപ്പോൾ ഗോപിച്ചറിനൊക്കെ അറിയാം. പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിക ബീച്ചിൽ മത്സ്യമേഖല ആഭ്യന്തര വിപണി എന്ന് പറയുന്നത് നാട്ടിക കടപ്പുറമാണ്. ആംബുലൻസ് ഡ്രൈവർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. തളിക്കുളം സെന്ററിൽ ബുധനാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. തളിക്കുളം ആംബുലൻസ് സർവീസ് നടത്തുന്ന അഫ്സലിനാണ് കടിയേറ്റത്. തളിക്കുളത്ത് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ആംബുലൻസിന് സമീപം മൊബൈൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ യാതൊരു പ്രകോപനവും കൂടാതെയാണ് നായ പുറകിലൂടെ വന്ന് കാലിന്റെ തുടയിൽ കടിച്ചത്. പരിക്കേറ്റ ഇദ്ദേഹത്തെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടവേള. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ.
സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത്, തൃശൂർ നഗര സഞ്ചയ പദ്ധതി, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത്, താന്യം ഗ്രാമപഞ്ചായത്ത് എന്നീ മേഖലയിലെ സംയുക്ത പദ്ധതി ഫണ്ട് ഉപയോഗിച്ച് മതിലിട്ടുകുളം രണ്ടാം ഘട്ട നവീകരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷറഫ്, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന അനിൽകുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, വാർഡ് മെമ്പർ മീന സുനിൽ, സെക്രട്ടറി സുനിത KV എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് 50 ലക്ഷം, നഗരസഞ്ചയ പദ്ധതി 50 ലക്ഷം, ബ്ലോക്ക് പഞ്ചായത്ത് 11 ലക്ഷം, ഗ്രാമപഞ്ചായത്ത് 5.12 ലക്ഷം, അടങ്കൽ തുക 1,16,12,000 മതിലെട്ടുകുളത്തിന്റെ നവീകരണത്തിന് ചെലവഴിച്ചത്. സംയുക്ത പദ്ധതികളിലൂടെ എവിടെ നിന്നൊക്കെ പണം കിട്ടാൻ കഴിയുമോ ആ പണമൊക്കെ ശേഖരിച്ചുകൊണ്ട് നമുക്ക് വികസന പ്രവർത്തനങ്ങൾ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. നഗരസഞ്ചയത്തിൽ 50 ലക്ഷം കിട്ടി, ജില്ലാ പഞ്ചായത്ത് പ്രത്യേകമായി 50 ലക്ഷം രൂപ വെച്ചു, ബ്ലോക്ക് പഞ്ചായത്ത് 15 ലക്ഷം രൂപ വെച്ചു, 5,20,000 രൂപ, 12,000 രൂപ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വെച്ചു. അങ്ങനെ 1,16,12,000 രൂപയുടെ ഒരു പദ്ധതിയായിട്ട് നമുക്കിത് മാറ്റാൻ കഴിഞ്ഞത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നഗരസഞ്ചയ പദ്ധതിയും കൂടി സംയുക്തമായിട്ട് ആ പ്രവർത്തനം നടത്തുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ബാക്കി വിശേഷങ്ങളൊക്കെ തന്നെ ഇനി. താന്യം ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിലെ പഞ്ചായത്ത് പൊതുകുളമായ കരുവാങ്കുളം നവീകരിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ 6 ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ 3 ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ 27 ലക്ഷം രൂപയും ഉൾപ്പെടുത്തി നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് സൗന്ദര്യവൽക്കരണത്തോടൊപ്പം ഓപ്പൺ ജിം ഉപകരണങ്ങളും ഇരിപ്പിടങ്ങളും നടപ്പാതയും നിർമ്മിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷറഫ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TB മായ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി അനിൽകുമാർ, CPM പ്രതിനിധി TV മദനമോഹനൻ, വാർഡ് മെമ്പർമാരായ സതി ജയചന്ദ്രൻ, മീന സുനിൽ, ശ്രീകല സന്തോഷ്, സെക്രട്ടറി സുനിത KV എന്നിവർ സംസാരിച്ചു. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മുടെ ഒരു വലിയ ഇറിഗേഷൻ പദ്ധതി ഇവിടെ നടപ്പാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ട് ആ പദ്ധതി തൽക്കാലം ഫണ്ട് വരുന്ന മുറയ്ക്ക് അടുത്ത് തന്നെ അത് നടപ്പിലാക്കാം എന്നാണ് മന്ത്രി നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കിഴിപ്പുള്ളിക്കര ഇറിഗേഷൻ പദ്ധതി ഒരെണ്ണം നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ച നടപടിയായിട്ട് വന്നിട്ടുണ്ട്. അതിലാണെങ്കിൽ നമ്മുടെ മുമ്പുണ്ടായിരുന്ന കോൺട്രാക്ടർ മരണപ്പെടുകയും തുടർന്ന് അതിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ആലോചിച്ചതിൻ്റെ പ്രവർത്തനം അടുത്ത് തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും എന്നാണ് നമുക്ക് നിർദ്ദേശം കിട്ടിയിട്ടുള്ളത്. മണലൂർ ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിൽ മണലൂർ സ്വദേശി മാത്യു ഫ്രാൻസിസ് കാട്ടൂക്കാരൻ സൗജന്യമായ ഗ്രാമപഞ്ചായത്തിന് വാങ്ങി നൽകിയ സ്ഥലത്ത് 55 ലക്ഷം രൂപ ചെലവിൽ നാഷണൽ ഹെൽത്ത് മിഷന്റെ സഹായത്തോടെ നിർമ്മിക്കുന്ന ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ ഹെൽത്ത് സബ് സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിൻസി മരിയ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT ജോൺസൺ, പഞ്ചായത്ത് അംഗങ്ങളായ ഷാനി അനിൽകുമാർ, ഷേർലി റാഫി, ബിന്ദു സതീഷ്, കവിത രാമചന്ദ്രൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ PB പ്രിയേഷ്, PJ ദേവസി, സിന്ധു, BJ ജോഷി എന്നിവർ സംസാരിച്ചു. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കഥ മനസ്സിലാക്കി വരാൻ സാധിക്കുള്ളൂ. ഈ സബ് സെൻറ്റർ വരുന്നത് 3, 4, 9, 10, 11 വാർഡുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ സബ് സെൻറ്റർ. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു പോപ്പുലേഷൻ അനുസരിച്ചിട്ട് 7,500ഓളം കുടുംബങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ വരുന്ന ഒരു സ്ഥാപനം. അതിൻ്റെ വീടിൻ്റെ കണക്ക് നോക്കുമ്പോൾ ഏകദേശം ഒരു 500 വീട് വരുന്നുണ്ട് ഒരു വാർഡിൽ. അപ്പോൾ 500 വീട് ഏകദേശം വരുമ്പോൾ ഒരു 5 വാർഡിൽ ഒരു 2,500ഓളം കുടുംബങ്ങൾ ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് വരും. ഞാനിത് പറയുന്നത്, ഇന്ന് നമ്മൾക്ക് ദേശീയ ആരോഗ്യ മിഷൻ അനുസരിച്ചിട്ട് ഇന്ന് നമ്മൾക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന് വിളിക്കുന്നത് നമ്മൾ പണ്ട് നമ്മളുടെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ആശുപത്രി എന്ന് വിളിക്കും.
സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2000 രൂപയുമാക്കി വർദ്ധിപ്പിച്ച LDF സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടത്തി. മണലൂർ ഏരിയ പ്രസിഡന്റ് സിജി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ഷാനിയ അനിൽകുമാർ, വിലാസിനി വേണുഗോപാൽ, KV ഷീബ, രമ്യ ഷൈൻ, ഷീജ ദിനേശൻ, ബിന്ദു സതീഷ്, ലിജി, രാജി സുധീരൻ എന്നിവർ നേതൃത്വം നൽകി. മണലൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി വിവിധ വിദ്യാലയങ്ങളിലെ പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണം നടത്തി. മണലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ നടത്തിയ ചടങ്ങ് മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. മണലൂർ ഗവൺമെന്റ് LP സ്കൂൾ പ്രധാനാധ്യാപിക EL ജോസി, മണലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിൻസി മരിയ, ഗ്രാമപഞ്ചായത്ത് അംഗം ഷാനിയ അനിൽകുമാർ, സിമി പ്രദീപ്, പഞ്ചായത്ത് സെക്രട്ടറി വിധുൻ എന്നിവർ സംസാരിച്ചു. വഴിമാറി കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ജനപരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ജനങ്ങളുടെ ഇടയിൽ ഇടപെടാൻ സാധിച്ചു എന്ന് ചാരിതാർത്ഥ്യമുണ്ട്. ഞാനിത് പറയുമ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് മേശകസാരൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനുള്ള കാര്യം പറയുന്ന പോലെ പറയാം. ഞാൻ കൈകുത്തി പഠിക്കാൻ കിടക്കുമ്പോൾ നമ്മളുടെ പായൽ കിടന്നിട്ട് അതിൽ തലോണിട്ടിട്ട് തലോണമ്മ കൈകുത്തിയിട്ടാണ് പഠിക്കാൻ എഴുതിയിരുന്നതും റെക്കോർഡ് വരച്ചിരുന്നതും. അപ്പോൾ മേശ വീട്ടിൻ്റെ ഉള്ളിൽ ഒരെണ്ണം കിടക്കുന്നുണ്ടാവും. അല്ലാണ്ട് കുട്ടിക്ക് സ്വന്തമായിട്ട് പഠന മേശ എന്ന് പറയുന്നത് വീട്ടിൽ കോൺസെപ്റ്റ് ഇല്ല. വീട്ടിൽ പഠിക്കുമ്പോൾ ചേച്ചി പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ അനിയൻ പഠിക്കുന്നുണ്ട്, ചേട്ടൻ പഠിക്കുന്നുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് പഠിക്കേണ്ട സൗകര്യം അന്നത്തെ കാലത്ത് കുറവായിരുന്നു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ പാവറട്ടി അന്തിക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന ഉദ്ഘാടനം ചെയ്ത് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മേഖലാ പ്രസിഡന്റ് അബ്ബാസ് വീരാവുണ്ണി അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീബ തോമസ്, പഞ്ചായത്ത് അംഗം TK സുബ്രഹ്മണ്യൻ, KJU സംസ്ഥാന സെക്രട്ടറി ബിജോയ് പെരുമാട്ടിൽ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജോസ് വാവേലി, മേഖലാ സെക്രട്ടറി അഫ്സൽ പാടൂർ എന്നിവർ സംസാരിച്ചു. ഒരിടവേള കൂടി. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. വടക്കേക്കാരമുക്ക് സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷം വ്യാഴാഴ്ച മുതൽ ഈ മാസം 10 വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ പ്രതീഷ് കല്ലറയ്ക്കൽ, ജനറൽ കൺവീനർ NJ ആന്റണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായുള്ള ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടവകയിലെ ജാതി മതവ്യത്യാസമില്ലാതെ ഡയാലിസിസ് രോഗികൾക്ക് സഹായവും നാനാജാതിയിൽപ്പെട്ട 70 കുടുംബങ്ങൾക്ക് 10 കിലോ വീതം അരിയടങ്ങുന്ന കിറ്റ് നൽകും. വെള്ളിയാഴ്ച വൈകിട്ട് 7-ന് ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം നടക്കും. ശനിയാഴ്ച രാവിലെ 6:15 ശേഷം അമ്പ്, വള, കിരീടം, വെഞ്ചരിപ്പ് എന്നിവ നടക്കും. വൈകിട്ട് 6-ന് ലതീഞ്ഞ്, നൊവേന, കൂടുതുറക്കൽ, തുടർന്ന് 6 യൂണിറ്റുകളിൽ നിന്നും അമ്പ് വരവും ഉണ്ടായിരിക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10:30-ന് തിരുനാൾ പാട്ടുകുർബാനയും വൈകിട്ട് 4-ന് പ്രദക്ഷിണവും തുടർന്ന് ബാൻഡ് പെർഫോമൻസും നടക്കും. തിങ്കളാഴ്ച വൈകിട്ട് 5:30-ന് മരണപ്പെട്ടവർക്കായുള്ള പ്രാർത്ഥനയും രാത്രി 7-ന് മ്യൂസിക് ഫ്യൂഷൻ നൈറ്റും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജോയിന്റ് കൺവീനർ ജിൻസ് പള്ളിക്കുന്നത്ത്, അരുൺ ദേവസി, ജെൻസൺ ജോൺസൺ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
അന്തിക്കാട് കല്ലടവഴി പുത്തൻകോവിലകം ലിങ്ക് റോഡ് ഉദ്ഘാടനം നാട്ടിക MLA CC മുകുന്ദൻ നിർവഹിച്ചു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ അധ്യക്ഷത വഹിച്ചു. MLA ആസ്തി വികസന ഫണ്ടിൽ 10 ലക്ഷം രൂപയും പഞ്ചായത്ത് പ്ലാൻ ഫണ്ടിൽ 6 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് റോഡ് നിർമ്മാണം. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത് അന്തിക്കാട്, ബ്ലോക്ക് മെമ്പർ CK കൃഷ്ണകുമാർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേനക മധു, പഞ്ചായത്ത് മെമ്പർമാരായ ശരണ്യ രജീഷ്, ജ്യോതിരാമൻ, സരിത സുരേഷ്, ലീന മനോജ്, മിനി ആൻഡോ, മിൽന സ്മിത്ത്, അനിത ശശി, TP രഞ്ജിത്ത് കുമാർ, റോഡ് കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ റോഡ് വളരെ രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് സൂചന വസ്തുക്കൾ പറയാറ്. അപ്പോൾ അത് പ്രകാരം പലരും ചില യോഗങ്ങൾ വിളിച്ച് തന്നെ ആ യോഗങ്ങളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി എന്നെ വെല്ലുവിളിക്കാൻ വേണ്ടി കൂടിയ യോഗമാണോ എന്ന് പോലും ആ വെല്ലുവിളിയോടുകൂടെ ഞാൻ യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ ഈ വാർഡിൻ്റെ പ്രവർത്തനത്തിന് വളരെ മോശമാക്കുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ നമ്മുടെ വാർഡിൽ നടക്കുന്നുണ്ട്. അപ്പം അതിനൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ വികസനത്തിൽ നമ്മുടെ സർക്കാരിൻ്റെ CC മൂന്നിൻ്റെ അല്ല സർക്കാരിൻ്റെ ഫണ്ട്. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ 35ാമത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം നാട്ടിക ഫർക്ക കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഹാളിൽ നടന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ PK ഡേവിസ് മാസ്റ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു. KSTA ജില്ലാ പ്രസിഡന്റ് K പ്രമോദ് അധ്യക്ഷത വഹിച്ചു. PM അഹമ്മദ്, മഞ്ജുള അരുണൻ, MA ഹാരിസ് ബാബു, KA വിശ്വംഭരൻ, KC പ്രസാദ്, KR സീത, V കല, CA നസീർ, EPK സുഭാഷിതൻ, ഡോക്ടർ PC സിജി, TV മദനമോഹനൻ, EK തോമസ് മാസ്റ്റർ, TM ലത, ബിനോയ് T മോഹൻ, സാജൻ ഇഗ്നീഷ്യസ്, T വിനോദിനി എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാനായി MA ഹാരിസ് ബാബുവിനെയും ജനറൽ കൺവീനറായി NK സുരേഷ് കുമാറിനെയും തെരഞ്ഞെടുത്തു. എല്ലാ മേഖലകളിലേക്കും വർഗീയതയെ വ്യാപിപ്പിക്കും. സൈന്യത്തിൽ നിങ്ങൾ നോക്കുക, സൈന്യത്തിൽ നിന്ന് പെൻഷൻ പറ്റി തിരിച്ചു വരുന്നവർ പണ്ട് രാജ്യസ്നേഹത്തെ പറ്റിയാണ് സംസാരിച്ചിരുന്നത്. രാജ്യസ്നേഹികളായിട്ടാണ് അവർ തിരിച്ചു വരുന്നത്. ഇപ്പോഴോ സൈന്യത്തിൽ നിന്ന് തിരിച്ചു വരുന്നവർ RSSനെ, ഹിന്ദു വർഗീയതയെ അതിൻ്റെ പ്രവാചകരായും പ്രചാരകരായും മാറുന്ന വലിയ കൂട്ടം സൈന്യത്തെ വർഗീയവൽക്കരിക്കുന്നു. ഭരണകൂടത്തെ ആകെ വർഗീയവൽക്കരിക്കുന്നു. IAS-ഉം IPS-ഉം അടക്കമുള്ള കേന്ദ്ര സിവിൽ സർവീസിലെ അത്യുന്നത മേഖലകളെല്ലാം വർഗീയവൽക്കരിക്കപ്പെടുന്നു. ഗവർണർ എന്ന ഭരണഘടനാ പദവി, ആ പദവിയിൽ ഇരിക്കുന്ന കേരളത്തിലെ ഗവർണറും ഇന്ത്യയിലെ എല്ലാ ഗവർണർമാരും ഭാരതാംബയുടെ കാവി നിറത്തിന് വലിയ പ്രസക്തിയും പ്രാധാന്യവും. കാവിയാണ് അവരുടെ നിറം, ചിന്ത എന്ന മട്ടിലേക്ക് മാറുകയാണ്. തൃപ്പയാർ ശ്രീ ഷൺമുഖ സമാജം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് സമാപനമായി. പ്രതിഷ്ഠാദിന ദിവസം വൈകിട്ട് ദീപാരാധന, തുടർന്ന് കലാമണ്ഡലം മോഹനമാരാരുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ പഞ്ചവാദ്യം നടന്നു. പ്രസിഡന്റ് രവി കൊളത്തേക്കാട്ട്, സെക്രട്ടറി ജനാർദ്ദനൻ കുന്നത്ത്, EG സോമൻ, EC പ്രദീപ്, രക്ഷാധികാരി ഭൂപേഷ് വെള്ളാഞ്ചേരി മറ്റ് അംഗങ്ങളും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. കരയവട്ടം
UP സ്കൂളിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടന്നു. 3 ലക്ഷം രൂപ പദ്ധതി വിഹിതം ഉപയോഗിച്ചുകൊണ്ടാണ് ടോയ്ലറ്റ് ബ്ലോക്ക് പൂർത്തീകരിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ജിത്ത് വിയർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ തപതി KA, ജ്യോതി രവീന്ദ്രൻ, ജനപ്രതിനിധികളായ മണി ഉണ്ണികൃഷ്ണൻ, അനിത ത്രിദീപ് കുമാർ, മുൻ വാർഡംഗം കണ്ണൻ പള്ളിത്തറ, സ്കൂൾ മാനേജർ ദിലീഷ്, പ്രധാനാധ്യാപിക സിന്ധു എന്നിവർ സംസാരിച്ചു. മണലൂർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മണലൂർ പഞ്ചായത്തിൽ 1-ാം വാർഡിലെ പാലാഴി ഹെൽത്ത് സബ് സെന്ററിന്റെ ഉദ്ഘാടന കർമ്മം മണലൂർ MLA മുരളി പെരുന്നെല്ലി നിർവഹിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് അധ്യക്ഷനായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ മുഖ്യാതിഥിയായിരുന്നു. വാർഡ് മെമ്പർ രതീഷ് കുനത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ്, മണലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ, പഞ്ചായത്ത് സെക്രട്ടറി വിധുൻ എന്നിവർ സംസാരിച്ചു. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും ശ്രദ്ധേയമായ ഒരു ആരോഗ്യ മേഖലയാണ് കേരളത്തിനുള്ളത്. അത് ഈ കഴിഞ്ഞ 9 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ്. പ്രാഥമിക തലം മുതൽ മെഡിക്കൽ കോളേജ് വരെ സമസ്ത ആരോഗ്യ സംവിധാനങ്ങളും ജനങ്ങൾക്ക് വേണ്ടി സുസജ്ജമായി നിലകൊള്ളുകയാണ്. പണ്ട് മരുന്നില്ല, ഡോക്ടറില്ല, ഭാർഗവി നിലയം പോലെ ആശുപത്രി കെട്ടിടങ്ങൾ ഇല്ലേ, ഇതൊക്കെ നമ്മൾ കാണുകയാണ്. അതിനൊക്കെ മാറ്റം വന്നല്ലോ. ഇവിടെ തന്നെ പറഞ്ഞല്ലോ, ഈ പണം അങ്കൻവാടി ഉപയോഗിക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു കെട്ടിടമാണ് ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഫർണിച്ചറില്ല, മറ്റതില്ല, അതൊക്കെ ചിലരിവിടെ പറയുണ്ടായി. പഞ്ചായത്തിലത് ആശുപത്രിയിലത് എല്ലാം ഇത് മാറിയിട്ട് ഉദ്ഘാടനം കഴിഞ്ഞാൽ അതെല്ലാം ഇവിടെ വരാൻ പോവുകയാണ്, പ്രവർത്തന സജ്ജമാകാൻ പോവുകയാണ്. അവർ ഡോക്ടർ മറ്റ് സേവനങ്ങൾ നമുക്കിവിടെ ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. നമുക്കറിയാം, വീടിനടുത്ത് തന്നെ ചികിത്സ ലഭിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിലാണ്. കേരളത്തിന് പുറത്ത് എവിടെയുള്ളത്? അന്തിക്കാട് ആയുർവേദ ആശുപത്രിയുടെയും അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ സംയുക്താഭിമുഖ്യത്തിൽ 2025-26 വർഷത്തെ വനിതകൾക്ക് യോഗ പരിശീലനം എന്ന പ്രൊജക്ടിന്റെ ഉദ്ഘാടനം നടന്നു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സുജിത്ത് PS അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശരണ്യ രജീഷ്, മേനക ടീച്ചർ, മെമ്പർമാരായ ജ്യോതിരാമൻ, മിനി ആൻഡോ, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, HMC അംഗങ്ങളായ AV ശ്രീവത്സൻ, മണികണ്ഠൻ പുളിക്കത്തറ, വിൻസെന്റ്, ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലിജ ജേക്കബ്, ഫാർമസിസ്റ്റ് അർത്തന എന്നിവർ സംസാരിച്ചു. നമ്മുടെ മനസ്സിനും അതുപോലെ ശരീരത്തിനും സന്തോഷം നൽകുന്ന ഒന്നാണ് യോഗ എന്നുള്ളത്. യാതൊരു തർക്കവുമില്ല. നമുക്ക് രാവിലെ യോഗ ചെയ്താൽ നമുക്ക് ദിവസം മുഴുവൻ പോസിറ്റീവ് എനർജി ഉണ്ടാവുമെന്നാണ് നമുക്കറിയാം. അത് ചെയ്ത ആളുകൾക്ക് രാവിലെ നേരത്തെ എണീറ്റ് യോഗ ചെയ്ത ആളുകൾക്ക് കൃത്യമായി അത് അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളതാണ്. പല രോഗങ്ങളും ഇതുകൊണ്ട് മാറിയിട്ടുള്ള ആളുകളുണ്ട്. നടക്കാൻ പറ്റാതെ വന്ന ആളുകൾ, മുട്ടുവേദനയ്ക്കായി വന്ന ആളുകൾ, സ്ഥിരമായി യോഗ ചെയ്യുന്ന ആളുകൾക്ക് ആ മുട്ടുവേദനയ്ക്ക് മാറി കിട്ടിയിട്ടുണ്ട്. തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിലും വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നവംബർ 8-ന് കാതിക്കോട് അൽ അഖ്സ പബ്ലിക് സ്കൂളിൽ നടക്കും. ശനിയാഴ്ച രാവിലെ 9 മണിക്ക് കാതിക്കോട് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ES മുഹമ്മദ് അലി ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. രാത്രി 8:30 നടക്കുന്ന സമാപന ചടങ്ങിൽ ഡീറ്റൈസൺ MLA വിജയികൾക്ക് സമ്മാനദാനം നിർവഹിക്കും. കാതിക്കോട് അൽ അഖ്സ പബ്ലിക് സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 14 പ്രഗത്ഭ പുരുഷ വനിതാ ടീമുകൾ മാറ്റുരയ്ക്കും. സമാപന ചടങ്ങിൽ ദേശീയ ജൂനിയർ ഗെയിംസിൽ സ്വർണം നേടിയ മുഹമ്മദ് അഷ്ഫാഖിനെയും സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സ്വർണം നേടിയ മുഹമ്മദ് നാഫിഹിനെയും സംസ്ഥാന ജൂനിയർ വോളിബോൾ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീഹരിയെയും ആദരിക്കും. സംഘാടക സമിതി ഭാരവാഹികളായ ഹംസ വൈപ്പിപ്പാടത്ത്, EK ഷംസുദ്ദീൻ, VK മുജീബ് റഹ്മാൻ, PM സുഹൈൽ, സാജു ലൂയിസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വാണിജ്യം. താന്യം പഞ്ചായത്തിൽ പുതുതായി ആരംഭിച്ച V1 കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ്
ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമാണ് V1 കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. V1 സെയിൽസ് ആൻഡ് സർവീസ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. നമ്മുടെ താന്യം പഞ്ചായത്തിലെ എല്ലാ വർഷവും കുട്ടികൾക്ക് വേണ്ടി ലാപ്ടോപ്പ് കൊടുക്കാറുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ ടെൻഡർ ഇടുമ്പോൾ നിയമാനുസൃതമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിനും പങ്കെടുക്കാൻ കഴിയും. അതിനുള്ള നടപടികൾ പൂർണ്ണമായും നടത്തിയാൽ മാത്രമാണ് നമുക്കത് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ആരംഭിച്ച ഈ സ്ഥാപനം ഒരു കൊല്ലം ഇത്രയും നാളും ഇവിടെ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് ഒരു തിക്കുന്നതിനും കാര്യങ്ങളില്ലെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ നല്ല രീതിയിൽ ഈ സ്ഥാപനം സന്ദർശിക്കുകയും അവർക്ക് ഗുണപരമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോൾ CCTVയുടെ ആവശ്യങ്ങളും കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മുഖേന പല രീതിയിലും ശ്രീജിത്തായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് വളരെ വലിയ പട്ടണത്തിൽ നിന്ന് കിട്ടുന്ന അതിനേക്കും ലാഭകരമായ രീതിയിൽ ഇവിടെ നിന്ന് ലഭിക്കുമെന്നുള്ള ആ സുഹൃത്തുക്കളുടെ ആ വർത്തമാനങ്ങൾ കേട്ടപ്പോൾ ഏറെ സന്തോഷകരമായി. 12ാം വാർഡ് മെമ്പർ മീന സുനിൽ മുഖ്യാതിഥിയായി. V1 ഓണർമാരായ ശ്രീജിത്ത് ചന്ദ്രൻ, രജീഷ എന്നിവർ സംസാരിച്ചു. എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടിയിട്ട് ഉണ്ടായതാണ് ഇതൊക്കെ. അതേപോലെ തന്നെ നമ്മുടെ പ്രത്യേകം പറഞ്ഞ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, അതേപോലെ മെമ്പർ, നമുക്ക് എന്ത് സപ്പോർട്ടും ഏത് സമയത്തും കിട്ടുക എന്നുള്ളത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. അതുപോലെ നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്, മെമ്പറിലേക്ക് നന്നായിട്ട് അറിയാം. എപ്പോഴും എന്ത് കാര്യത്തിന് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് സഹകരണവും എപ്പോഴും ഞങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കാനെത്തിയ പ്രസിഡന്റ് അതുപോലെ മെമ്പർക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. അതേപോലെ തുടർന്നും എല്ലാ സഹകരണങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ ഈ നമ്മുടെ ഈ ഉദ്ഘാടന ചടങ്ങിനെത്തിയ എല്ലാവർക്കും, ഈ ഒരു മുഹൂർത്തം ധന്യമാക്കാനായി എത്തിയ എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ടുണ്ട്. പ്രമുഖ ബ്രാൻഡുകളുടെ വൻ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, പ്രിന്റർ, DVR, NVR ക്യാമറകൾ തുടങ്ങിയവയുടെ ഏറ്റവും പുതിയ മോഡലുകൾ ഇവിടെ ലഭ്യമാണ്. കൂടാതെ 10,000 രൂപയ്ക്ക് മുകളിൽ യൂസ്ഡ് ലാപ്ടോപ്പുകളും ഇവിടെ ലഭ്യമാണ്. തവണ വ്യവസ്ഥയിൽ കമ്പ്യൂട്ടറുകൾ ലഭ്യമാക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ലാപ്ടോപ്പുകളുടെ ചിപ്പ് ലെവൽ റിപ്പയറിംഗും സർവീസും ഇവിടെയുണ്ടെന്നുള്ളതാണ് V1 കമ്പ്യൂട്ടർ ഷോപ്പിന്റെ മറ്റൊരു പ്രത്യേകത. തൃപ്പയാർ മേക്കാട്ടുകുളം ഹെൽത്ത് കെയർ, നാട്ടികയിലെയും അരിമ്പൂരിലെയും മേക്കാട്ടുകുളം എഞ്ചിനീയറിംഗ് എന്നിവയുടെ ഉടമയായ പഴുവിൽ മേക്കാട്ടുകുളം കല്ലിങ്ങൽ ജോൺസൺ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഭാര്യ ഓമന, മക്കൾ പോളി, പേളി, പിയോളി, മരുമക്കൾ ടിൻഡു, ജിജോ, ജിസ. സംസ്കാര ശുശ്രൂഷ കർമ്മം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 പഴുവിൽ സെയിന്റ് ആന്റണീസ് ഫൊറോണ പള്ളി സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ഏർപ്പെടുത്തിയ ഉജ്ജ്വല ബാല്യം പുരസ്കാരം ചിത്രകാരനായ കയ്പമംഗലം സ്വദേശി ദേവിയാന് ലഭിച്ചു. തൃശൂർ ജില്ലാ മിനി ത്രോബോൾ ചാമ്പ്യൻഷിപ്പ് കഴിമ്പ്രം വാഴപ്പള്ളി ക്ഷേത്ര മൈതാനിയിൽ നടന്നു. അന്തിക്കാട് കല്ലിടവഴി പുത്തൻകോവിലകം ലിങ്ക് റോഡ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.